രാഹുൽ ഈശ്വറിൻ്റെയും ബോച്ചെ ഫാൻസുകാരുടെയും കുരു പൊട്ടി ഒലിക്കാവുന്ന ഒരു ദൃശ്യം പുറത്തു വന്നിട്ടുണ്ട്. ഹണി റോസിൻ്റെ വസ്ത്രധാരണ ക്ലാസ് എടുപ്പായിരുന്നല്ലോ. ബോബി ചെമ്മണ്ണൂരിൻ്റെ ഞരമ്പൻ വാചകത്തെ മറയ്ക്കാൻ ശ്രമിച്ചത്, അല്ലെങ്കിൽ അതിനെ ന്യായീകരിക്കാൻ ശ്രമിച്ചത് ഹണി റോസിൻ്റെ വസ്ത്രധാരണത്തെ ഉയർത്തിക്കാട്ടിക്കൊണ്ടാണ്. പൊതുവേദിയിൽ ഇങ്ങനെയാണോ വസ്ത്രം ധരിക്കുന്നതെന്നാണല്ലോ സംശയം. ഇന്നിപ്പോൾ ആ വിവാദങ്ങളെല്ലാം കത്തിപ്പടർന്ന് ഒന്ന് ശാന്തമായി വരുന്ന സന്ദർഭത്തിൽ ഹണി റോസ് വീണ്ടും ഒരു പൊതു പരിപാടിയിൽ അല്ലെങ്കിൽ ഒരു പൊതു ചടങ്ങിൽ പങ്കെടുക്കാൻ എത്തിയിട്ടുണ്ട്. അതും ഉദ്ഘാടന ചടങ്ങിൽ. പാലക്കാട് ഒലിവക്കോടുള്ള ഒരു ഇലക്ട്രോണിക് സ്ഥാപനത്തിൻ്റെ ഉദ്ഘാടന വേദിയിൽ രാഹുൽ ഈശ്വർ നിഷ്കർഷിച്ചതുപോലുള്ള ഏറ്റവും മാന്യമായ ഡ്രസ്സ് ഇട്ടുകൊണ്ടാണ് വന്നിട്ടുള്ളത്. ഇന്ത്യൻ സിനിമാ ലോകത്തിന്റെ സൗന്ദര്യ സങ്കല്പങ്ങളിൽ രാജകീയമായ സിംഹാസനം ഇട്ടുകൊണ്ട് തന്നെ മുൻനിരയിലുള്ള നമ്മുടെ അഞ്ജലി ഇലക്ട്രോണിക്സിന്റെ ഉദ്ഘാടന ചടങ്ങുകൾ നിർവഹിച്ചുകൊണ്ട് നമ്മുടെ സ്വന്തം നമ്മൾ രണ്ടാമത്തെ തവണയാണ് വേദി ഷെയർ ചെയ്യുന്നത്. ഒരിക്കലും കൂടി ഷെയർ ചെയ്യാൻ കഴിയില്ല. ഒത്തിരി എണീക്കാത്ത പലരും 5 മണിക്ക് തന്നെ എഴുന്നേറ്റ് കുളിച്ച് ഫ്രഷായിട്ട് കുറെ നേരമായിട്ട് വെയിറ്റ് ചെയ്യണം. ഇഷ്ടമായോ? സന്തോഷമായി? മനസ്സ് നിറഞ്ഞൊന്ന് കൈയടിച്ച്. ഇത്രയും മോൻസാണ് കൈ കാണുന്നില്ല എന്റെ ഭഗവതി. ഇത് മതിയോ രാഹുൽ ഈശ്വർ? കുലസ്ത്രീകളായിട്ടുള്ളവർ ഇത്തരം ഡ്രസ്സുകൾ ധരിച്ചാൽ കുഴപ്പമുണ്ടോ? കാരണം ഈ നാട്ടിൽ സ്ത്രീകളുടെ വസ്ത്രധാരണം കണ്ടിട്ട് അതിന് മാർക്കിടാനിരിക്കുന്ന ജഡ്ജാണല്ലോ നിലവിൽ രാഹുൽ ഈശ്വർ. അങ്ങനെ ഇടാത്തവർക്കെല്ലാം രാഹുൽ ഈശ്വർ എന്ന ജഡ്ജിൻ്റെ മാർക്ക് കുറവാണെങ്കിൽ പിന്നീട് എന്ത് ചെയ്യും? സമൂഹത്തിൻ്റെ ഇടയിൽ കമൻറ്റുകൾ നിങ്ങൾ ശ്രദ്ധിക്കൂ. ഞാൻ പറയുന്ന പോലുള്ള കമൻറ്റുകളാണ് വരുന്നതെന്ന് പറയുമ്പോൾ ഈ പൊതുസമൂഹം മുഴുവൻ എന്നെപ്പോലെ ഞരമ്പൻ മൈൻഡുകളാണെന്ന് സ്ഥാപിക്കാൻ ശ്രമിച്ചവർക്ക് മുന്നിലാണ് ഇന്നത്തെ ഈ ഉദാഹരണം. പാലക്കാട് ഹണി റോസിന് കിട്ടിയിരിക്കുന്ന സ്വീകരണവും അവരെ കാണാനെത്തിയ വൻ പുരുഷാരവും തെളിയിക്കുന്ന ഒരു കാര്യമുണ്ട്. നിങ്ങൾ ഇവിടെ കിടന്ന് തിളച്ചു മറിഞ്ഞത് നിങ്ങളുടെ കുറച്ച് പേരുടെ ഇടയിൽ മാത്രമാണെന്ന് മനസ്സിലാക്കുക. അതല്ല കേരളം. കമൻറ്റ് ബോക്സിൽ ചെന്ന് ഞരമ്പൻ കമൻറ്റുകൾ ഇട്ടവരാണ് ഈ നാട്ടിൽ ഭൂരിപക്ഷമെന്ന് കരുതുന്നവർക്കുള്ള മറുപടിയാണ് ഒരു പൊതുവേദിയിൽ അവർക്ക് കിട്ടിയിരിക്കുന്ന ആർപ്പുവിളിയും കയ്യടിയും സ്വീകരണവും ഒക്കെ. അവർ എങ്ങനെയാണോ നേരത്തെ സ്വന്തം പ്രൊഫഷൻ്റെ ഭാഗമായിട്ട് ഓരോ ഉദ്ഘാടന വേദിയിൽ പോയിരുന്നത്, അതേ മാതൃകയിൽ തന്നെയാണ് പോയിരിക്കുന്നത്. ഇത് കണ്ടാൽ ചിലപ്പോൾ രാഹുൽ ഈശ്വറിന് ഇളക്കമുണ്ടാകുമായിരിക്കും. കാര്യം അത് ഒരു ചികിത്സ വേണ്ട രോഗമാണ്. മറ്റ് സ്ത്രീകൾ എന്ത് വേഷം ധരിക്കുന്നു അവരെ നോക്കിയിട്ട് എനിക്ക് ചില ഇക്കിളികൾ ഉണ്ടാകും. പൊതുസമൂഹം അങ്ങനെയാണെന്നൊരു പ്രതീതി സൃഷ്ടിക്കാൻ ശ്രമിച്ചപ്പോൾ അതിനുവേണ്ടി കുറെ കമൻറ്റുകളെ കൂടി ഉദാഹരിച്ച് ഇതാണ് പൊതുസമൂഹത്തിൻ്റെ അഭിപ്രായമെന്ന് പറയുമ്പോൾ ഏതെങ്കിലും തരത്തിലുള്ള ഒരു എതിരഭിപ്രായം അവിടെ നിന്ന് ഉയർന്നോ എന്ന് കണ്ടേ. ബോച്ചെ ഫാൻസുകാരാണ് ഈ നാട്ടിൽ കൂടുതലെങ്കിൽ അവർക്കെതിരെ എന്തെങ്കിലും പരസ്യമായിട്ടുള്ള പ്രതികരണം ഉണ്ടാകണമായിരുന്നു. ഒരു പ്രശ്നവുമില്ല. നല്ല അന്തസ്സായിട്ട് വന്ന് ആ പരിപാടിയുടെ ഉദ്ഘാടനം നിർവഹിച്ച് അവർ വീട്ടിൽ പോയിട്ടുണ്ട്. രാഹുൽ ഈശ്വറിനെ പോലുള്ളവർക്ക് വീണ്ടും കണ്ട് കുരുപൊട്ടാം. വീണ്ടും ആ വസ്ത്രധാരണം കണ്ട് വല്ലാത്ത രീതിയിലുള്ള ഇളക്കമുണ്ടാകുന്നുണ്ടെങ്കിൽ ഉടനടി ഏതെങ്കിലും ഒരു ഞരമ്പോളജിസ്റ്റിനെ കാണുന്നത് നല്ലതായിരിക്കും. കാര്യം അതിനൊക്കെ ചികിത്സ തേടേണ്ടത് അത്യന്താപേക്ഷിതമാണ്. ഈ നാട്ടിൽ ഏത് മനുഷ്യർ, ഈ നാട്ടിലെ സ്ത്രീകൾ ഏത് തരം വസ്ത്രം ധരിക്കണം, ആ വസ്ത്രം ധരിച്ചില്ലെങ്കിൽ എന്നെപ്പോലുള്ളവർക്ക് അത് വല്ലാത്ത രീതിയിലുള്ള ചില ഇക്കിളിത്തരങ്ങൾ ഉണ്ടാക്കുമെന്ന് അദ്ദേഹം സ്വമേധയാ വിളിച്ചു പറയുമ്പോൾ അത് മറ്റുള്ളവരെ ഫ്രസ്ട്രേഷൻ ആണെന്ന് സ്ഥാപിക്കാൻ ശ്രമിക്കുമ്പോൾ അങ്ങനെ നിങ്ങളുടെ ഫ്രസ്ട്രേഷൻ അനുസരിച്ച് തൽക്കാലം പെരുമാറാൻ സൗകര്യമില്ല എന്നുള്ള ഒരു പരസ്യ പ്രഖ്യാപനം കൂടിയാണ് ഇന്നിപ്പോൾ ഹണി റോസ് ആ വേദിയിൽ നടത്തിയിരിക്കുന്നു എന്ന് പറയേണ്ടി വരികയാണ്.